പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥിയും സെറിബ്രൽ പാൾസി ബാധിതനുമായ സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകി. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥിയും സെറിബ്രൽ പാൾസി ബാധിതനുമായ സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകി. വീടിന്റെ ആശീർവാദം തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സോണി വടശ്ശേരി നിർവഹിച്ചു. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം നിയന്ത്രിക്കുക, കണ്ടാനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നവരെ ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് കാത്തുകൊള്ളണമേ. വീടിന്റെ താക്കോൽ കൈമാറ്റം NSS ജില്ലാ കോർഡിനേറ്റർ മനോജ് നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ഈസ്റ്റ് ലേഡി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, പാലാവയൽ സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ജോസ് മാണിക്കത്താഴെ, പ്രിൻസിപ്പാൾ മെൻഡലിൻ മാത്യു, ഹെഡ് മിസ്ട്രസ് PC സോഫി, PTA പ്രസിഡന്റ് സോമി അറയ്ക്കൽ, KM മനോജ് കുമാർ, പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, ജയരാമൻ, NSS പ്രോഗ്രാം ഓഫീസർ സിന്ധു ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. നിർമ്മിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ചുമതലയാണ്. അത് വ്യത്യാസങ്ങളുണ്ടാവും, പക്ഷേ അതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക. അതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ഇവിടെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകർ, അതുപോലെ NSSന്റെ പ്രോഗ്രാം ഓഫീസേഴ്സ്, അവർ അധ്യാപകരുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരു ചാലക ശക്തിയായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവരുടെ ഒരു വലിയ നേതൃപരമായ പങ്കാണ് ഇത്തരമൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ. അതിൽ അധ്യാപകർ അസാധാരണമായ ഒരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ്ട് ആകെ ചെലവായ തുകയുടെ 1/3 തുക ആ സ്കൂളിലെ അധ്യാപകർ തന്നെ സംഭാവനയായി നൽകുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കൈകോർക്കലിലൂടെയാണ് ഈ ഭവനം ഇന്ന് സാധ്യമായിരിക്കുന്നത്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, മക്കളുടെ മനസ്സിൽ വിരിഞ്ഞ ഈ നന്മ മുന്നോട്ടും ജീവിതത്തിൽ ഇതുപോലെയുള്ള നന്മകൾ പ്രവർത്തിക്കാനുള്ള ഒരു തുടക്കം ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളാണ് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ മനുഷ്യർ സംതൃപ്തരാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു വീടില്ല എന്നുള്ള ഒരു ദുഃഖം തോമാസിനോടൊപ്പം നമ്മൾ പങ്കിട്ടപ്പോൾ ഒരു നല്ലവരായ മനുഷ്യരുടെ നല്ല ഹൃദയങ്ങളെയാണ്. താമസിക്കാൻ ഒരു പാർപ്പിടം, വായിക്കാൻ ഒരിടം, ഈ രണ്ട് മഹത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന യൂണിറ്റാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു 2 മാസത്തിനിടക്കാണ് ഇതുപോലെ മറ്റൊരു ചടങ്ങിൽ ഒരു ലൈബ്രറി നിർമ്മിച്ച് നൽകിക്കൊണ്ട് ഈ യൂണിറ്റ് മാതൃകപരമായ ഒരു സേവനം കാഴ്ചവെച്ചത്. അതിനേക്കാൾ എത്രയോ വലിയതാണ് ഒരാൾക്ക് ഒരു പാർപ്പിടം നൽകുക എന്നുള്ളത്. തീർച്ചയായിട്ടും നാഷണൽ സർവീസ് സ്കീമിന്റെ സംസ്ഥാന തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രവർത്തനമാണിത്. അത് മാത്രമല്ല, കാസർഗോഡ് ജില്ല നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുതൽക്കൂട്ടാവുന്ന ഒരു പ്രവർത്തനം കൂടിയാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പിന്തുണ നൽകുന്ന PTA-യും മാനേജ്മെന്റും അധ്യാപകരും ഒരു സമൂഹവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ NSSന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട സഹപാഠി തോമസ് കുട്ടിക്ക് നല്ലൊരു ഭവനം പണിതു കൊടുക്കുക എന്നുള്ളത്. ഭിന്നശേഷി ദിനത്തിന്റെ അന്ന് ഞങ്ങൾ തോമസിനെ കാണാൻ വളരെ അവിചാരിതമായി കടന്നു വന്നപ്പോഴാണ് തോമസിനൊരു വീട് ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം പാലാവയൽ സെന്റ് ജോൺസ് NSS യൂണിറ്റിന് ഉണ്ടാകുന്നത്. ഞങ്ങൾ അത് PTA പ്രസിഡന്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സാറുമായിട്ട് ഷെയർ ചെയ്തു ആ വിഷയം. അപ്പോൾ കേവലം 2 മാസത്തിനുള്ളിൽ ഈ ഒരു ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.